പ്രഭേ. ആ ബലരാമൻ. എന്താ ഇവിടെ? സിദ്ധുവിടെ ഒരാളെ കാണാൻ പോയിരിക്കുക. പുതിയ ബിസിനസ് എന്തെങ്കിലും ഒന്ന് തുടങ്ങണം. ജീവിക്കണമല്ലോ. അതിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി ആരെയോ കാണാൻ പോയതാ. ഇപ്പൊ വരും. ചന്ദ്രമതി വീട്ടിൽ വന്നു എന്നറിഞ്ഞു. ബുദ്ധിമുട്ടായല്ലേ? സോറി. ഞങ്ങൾക്ക് ബുദ്ധിമുട്ടൊക്കെ ഒരു ശീലമായി തുടങ്ങി ബലരാമൻ. അതിന് സോറിയൊന്നും പറയണ്ട. ഞങ്ങൾക്ക് വേണ്ടിയല്ല ഞങ്ങൾ ബുദ്ധിമുട്ടുന്നത്. അതേ ഉള്ളൂ വിഷമം. മനസ്സിലാക്കേണ്ടവരൊന്നും മനസ്സിലാക്കുന്നുമില്ല. നല്ല മനസ്സുള്ളവർ ഒത്തിരി പീഡനങ്ങൾ അനുഭവിക്കും. പണ്ട് മുതലേ ലോകം അങ്ങനെ. ക്രിസ്തുവിനെ കുരിശിൽ തറച്ചു, ഗാന്ധിജിയെ വെടിവെച്ചു കൊന്നു. സിദ്ധു ഗാന്ധിജിയെ പോലാണെന്നല്ല പറയുന്നത്. പക്ഷെ സിദ്ധുവിൽ നന്മയുണ്ട്. ആ നന്മയുടെ പ്രതിഫലം പക്ഷെ വേദനയാ. ചന്ദ്രമതി വന്ന് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. വലുതായിട്ട് പ്രതികരിക്കാനൊന്നും പോയില്ല. തനൂജയെ ബലരാമനെ കൊണ്ട് ദത്തെടുപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നോ അങ്ങനെയൊക്കെയാണ് ഒച്ച വെച്ചത്. സോറി പ്രഭാവതി. മീര പോയതിന്റെ ദുഃഖം മാറുന്നതിന് മുമ്പേ അടുത്ത വിഷമം. അതിന്റെയൊക്കെ ഒരു ബുദ്ധിമുട്ടില്ല ചന്ദ്രമതി. ഭാര്യമാരെ വിഷമിപ്പിക്കരുത് ബലരാമ. സിദ്ധു ആയാലും ബലരാമനായാലും അത് ഓർക്കണം. പെണ്ണുങ്ങളുടെ കണ്ണീരിന് തീയേക്കാളും ശക്തിയുണ്ട്. എല്ലാം കത്തിച്ചാമ്പലാക്കാൻ ഒരു പെണ്ണിന്റെ നീറുന്ന മനസ്സിന് സാധിക്കും. ചന്ദ്രമതി പാവോ. മീരമോള് പോയതിന്റെ വിഷമം മാറി വരുന്നതേയുള്ളൂ. സിദ്ധുവിന്റെ മകളാണെന്നും പറഞ്ഞ ഒരു പെണ്ണ് വന്നു കയറി ഞങ്ങളുടെ കുടുംബത്തിലുണ്ടാക്കിയ അസ്വസ്ഥതകൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയണ്ടല്ലോ. പ്രഭ, ബലരാമ. ഞാനിവിടെ ഓഫീസിൽ വന്നതായിരുന്നു. പ്രഭ പറഞ്ഞു പുതിയ ബിസിനസിന്റെ കാര്യമൊക്കെ. ഞാൻ പറയുന്നത് നമ്മുടെ കമ്പനി ഒന്നുകൂടെ. ഇനി കമ്പനിക്കാരൊക്കെ അല്പം ഒന്ന് കുറയ്ക്കാം. ഇതിപ്പോ ചെറുകിട രീതിയിൽ എന്തെങ്കിലുമൊക്കെ നോക്കാന്ന് വെച്ചു. അതിന് നമ്മുടെ ആലോചന ഒന്ന് കാണാന്ന് വെച്ചതാ. അപ്പൊ ശരി ബലരാമ. കയറി ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ബലരാമൻ പൊക്കോ. ഇന്ന് രജനിയും ഗിരീഷൊക്കെ വിരുന്ന് വരുന്നുണ്ട്. വിരുന്ന് പോലൊക്കെ. അപ്പം അതിൻ്റെ കുറച്ച് സാധനങ്ങൾ വാങ്ങണം. അപ്പോ എൻ്റെ കാറിൽ കയറില്ല എന്നാണോ? അതുകൊണ്ടല്ല, ഓട്ടോയിലാകുമ്പം കുറച്ച് കാറ്റും വെളിച്ചമൊക്കെ അറിഞ്ഞു പോവാം. എന്നാ ശരി. ശരി ബലരാമ.